നമസ്കാരം, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്ന SSC MTS അഥവാ മൾട്ടി ടാസ്കിംഗ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ SSC MTS നോട്ടിഫിക്കേഷൻ അകത്ത് പറഞ്ഞിട്ടുള്ള കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള ഡേറ്റ്സ്, അതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഏജ് വൈസ് ആയിട്ടുള്ള നമ്മുടെ എത്ര ഏജ് വരെയാണ് എക്സാം എഴുതാൻ പറ്റുക തുടങ്ങി അതിന്റെ സർട്ടിഫിക്കറ്റ്സ് ഇതൊക്കെ നമ്മൾ തയ്യാറാക്കി വെക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. SSC MTS നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നമ്മൾ കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള ഡേറ്റ്സ് കണ്ടിരുന്നു. ആ ഡേറ്റ്സ് ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. ഫെബ്രുവരി 5-ാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ വന്നത്. ഫെബ്രുവരി 5-ാം തീയതി മുതൽ മാർച്ച് 21 വരെയാണ് ഓൺലൈനായിട്ട് SSC MTS എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള അവസരമുള്ളത്. അതായത് ഫെബ്രുവരി 5-ാം തീയതി മുതൽ മാർച്ച് 21 വരെയാണ് ഓൺലൈനായിട്ടാണ്. SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയാൽ MTS എക്സാമിന് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അതുമ്പോൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് SSC MTS എക്സാമിന് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ദെൻ അടുത്തൊരു ക്രൂഷ്യൽ ഡേറ്റ് തന്നിരിക്കുന്നത് ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കേണ്ട കാറ്റഗറി ആണെങ്കിൽ ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കുന്നതിന്റെ ഒരു അവസാന ഡേറ്റ് പറഞ്ഞത് മാർച്ച് 23 ആണ്. അതായത് 21 വരെ നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള സമയം തന്നിട്ടുണ്ട്. ദെൻ 23 ഓൺലൈനായിട്ട് എക്സാമിന്റെ ഫീസ് അടയ്ക്കാവുന്നതാണ്. ഇനി അഥവാ ഓഫ്ലൈൻ ആയിട്ടാണ് അടയ്ക്കണമെങ്കിൽ നമ്മൾ എന്നാണോ എക്സാമിന്റെ ക്ലോസിംഗ് ഡേറ്റ്, അതായത് മാർച്ച് 21 അതിന് മുമ്പായിട്ട് തന്നെ ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ ബാങ്കിൽ ചലാൻ വഴി ഫീസ് അടച്ചിരിക്കണം. ഓൺലൈൻ ആണെങ്കിൽ 23 വരെ നമുക്ക് ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കാനുള്ള സൗകര്യമുണ്ട്. ദെൻ അടുത്തൊരു ഡേറ്റ് ഇതിന്റെ എക്സാം പ്രൊസീജിയറിന്റെ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, അതായത് SSC MTS എക്സാമിന്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ടയർ 1 എക്സാമിനേഷന്റെ ഡേറ്റ് ആണ്. കറക്റ്റ് നോട്ടിഫിക്കേഷൻ അത് തന്നിട്ടുണ്ട്. ജൂലൈ 1 മുതൽ ജൂലൈ 20 വരെയാണ്. അതായത് ഓൾ ഇന്ത്യ ലെവലിൽ 20 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു എക്സാം പ്രൊസീജിയർ ആയിരിക്കും. ജൂലൈ 1-ാം തീയതി മുതൽ ജൂലൈ 20-ാം തീയതി വരെയാണ് ടയർ 1 എക്സാമിനേഷൻ നടക്കുന്നത്. ദെൻ ടയർ 2 എക്സാമിനേഷൻ വരുന്നത് നവംബർ 21-ലാണ്. അതായത് 2021 സെക്കൻഡ് ലാസ്റ്റ് മന്ത് നവംബർ മാസം 21-ാം തീയതിയാണ് ടയർ 2 എക്സാം നടക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ബൗണ്ടർ ആയിട്ടുള്ള ഒരു കറക്റ്റ് ഷെഡ്യൂൾ തന്നിരിക്കുകയാണ്. ജൂലൈ 1 മുതൽ ജൂലൈ 20 വരെ ടയർ 1 എക്സാം നടക്കും. ദെൻ നവംബർ 21 ടയർ 2 എക്സാം നടക്കും. അതായത് ഇതിന്റെ എക്സാമിനേഷൻ പ്രൊസീജിയർ ഒക്കെ 2021 തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നമുക്ക് നോട്ടിഫിക്കേഷനകത്ത് നിന്ന് മനസ്സിലാവുന്നത്. ദെൻ വേക്കൻസിയുടെ ഒരു അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ നോട്ടിഫിക്കേഷനകത്ത് കറക്റ്റ് ഒരു നമ്പർ ഫിഗർ ഔട്ട് ചെയ്തിട്ടില്ല. അതായത് വേക്കൻസി എത്ര ഉണ്ടെന്നുള്ളത് 2020 MTSന്റെ വേക്കൻസി എത്ര ഉണ്ടെന്നുള്ളത് കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അറൌണ്ട് ഒരു 5000 6000 ആ ലിമിറ്റിലൊക്കെ വേരി ചെയ്യാറുണ്ട്. നമുക്ക് ഇക്കൊല്ലവും അതോ അതിൽ കൂടുതലോ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. കറക്റ്റ് ആയിട്ടൊരു ഫിഗർ നമുക്ക് SSC നോട്ടിഫിക്കേഷനകത്ത് തന്നിട്ടില്ല. വൈകാതെ റിപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ള ഒരു ഡാറ്റ മാത്രമാണ് വേക്കൻസിനെ കുറിച്ച് നമുക്ക് തന്നിട്ടുള്ളത്. ദെൻ ഇതിന്റെ എലിജിബിലിറ്റി മീറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് നാഷണാലിറ്റി ആണ്. ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ടു ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഒരു സിറ്റിസൺ ആയിരിക്കണം എന്നാണ് ഫസ്റ്റ് തന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയക്കകത്ത് പറയുന്ന ഒരു എലിജിബിലിറ്റി. ദെൻ ഏറ്റവും ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത് ഏജിന്റെ ഒരു കട്ട് ഓഫ് ഡേറ്റും, ഏത് ഏജ് ലിമിറ്റിൽ വരുന്നവർക്കാണ് SSC MTSന് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇതിൽ കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷനകത്ത് പറഞ്ഞിട്ടുണ്ട് 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് MTS പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് തന്നിട്ടുണ്ട്. 1996 ജാനുവരി 2 മുതൽ 2003 ജാനുവരി 1 ഇടയിലായിട്ട് ജനിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് ഈ 18 വയസ്സിനും 25 വയസ്സിനും ഇടയിൽ വരുന്ന ഉദ്യോഗാർത്ഥികളായിട്ട് വരുന്നത്. അവർക്കാണ് SSC MTS പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം. ദെൻ നോട്ടിഫിക്കേഷനകത്ത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ യൂഷ്വലി എല്ലാ എക്സാംസിനും പ്രൊവൈഡ് ചെയ്യുന്ന അപ്പർ ഏജ് ലിമിറ്റിൽ ഒരു വേരിയേഷൻ ഉണ്ടാവാറുണ്ട്. റിസർവ്ഡ് കാറ്റഗറീസിൽ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അപ്പർ ഏജ് ലിമിറ്റിൽ ഒരു റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അത് കറക്റ്റ് എല്ലാ എക്സാംസിനുള്ള പോലെ SC ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 5 years റിലാക്സേഷൻ ഉണ്ട് അപ്പർ ഏജ് ലിമിറ്റിൽ. ദെൻ OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ 3 years റിലാക്സേഷൻ ഉണ്ട്. അങ്ങനെ കറക്റ്റ് ആയിട്ട് എല്ലാ ഗവൺമെന്റ് എക്സാംസിനും കൊടുക്കുന്ന പോലുള്ള റിസർവേഷൻ ഉണ്ട്. ദെൻ ഫിസിക്കലി ചാലഞ്ചർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കും അതുപോലുള്ള എക്സ് സർവീസ്മെന്റ് ആണെങ്കിൽ അതുമായി കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനകത്ത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം ഏജ് റിലാക്സേഷൻ കൊടുക്കാറുണ്ടോ അത്രയും തന്നെ MTSനും കൊടുക്കുന്നുണ്ട്. ദെൻ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ക്രൂഷ്യൽ ഡേറ്റ് ഫോർ OBC SC സർട്ടിഫിക്കറ്റ്. OBC അല്ലെങ്കിൽ SC ST തുടങ്ങിയിട്ടുള്ള റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർ അതിന്റെ സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കേണ്ട ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ എക്സാമിന്റെ ക്ലോസിംഗ് ഡേറ്റ്, അതായത് മാർച്ച് 21 മുമ്പായിട്ട് സർട്ടിഫിക്കറ്റ് എടുത്തു വെച്ചിരിക്കണം. അതായത് 2021 മാർച്ച് 21 മുമ്പുള്ള സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ ഹാജരാക്കേണ്ടി വരിക. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്യുന്നതോടുകൂടി തന്നെ ഈ റിസർവേഷൻ ക്ലെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുത്തു വയ്ക്കുക.
അടുത്തത് എസെൻഷ്യൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. അതായത് ഇതിനകത്ത് കറക്റ്റ് നോട്ടിഫിക്കേഷൻ അകത്ത് പറഞ്ഞിട്ടുണ്ട് SSC MTS എന്ന് പറഞ്ഞാൽ 10th ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ഒരു എക്സാം ആണ്. അതായത് മെട്രിക്കുലേഷൻ ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. 10ാം ക്ലാസ് യോഗ്യതയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളെയും SSC MTS എക്സാമിന് അപേക്ഷിക്കാവുന്നതാണ്. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് സ്കീം ഓഫ് എക്സാമിനേഷൻ. നോർമൽ എല്ലാ SSC എക്സാംസും കണ്ടക്ട് ചെയ്യുന്നതിൽ ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമാണ് കാണുന്നുള്ളൂ. SSC എക്സാംസ് 4 മെയിൻ പാർട്ടാണുള്ളത്. ജനറൽ ഇംഗ്ലീഷ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ അവയർനെസ്. ഈ സെക്ഷൻ തന്നെയാണ് നമുക്ക് SSC CGL MTS തുടങ്ങി CHSL എല്ലാ എക്സാംസിനും കാണാൻ പറ്റുന്ന ഈ 4 സെക്ഷൻ തന്നെയാണ് SSC MTS വരുന്നുള്ളൂ. പക്ഷേ വരുന്നൊരു ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ മാർക്സിനകത്ത് നമുക്ക് വരുന്നത് സാധാരണ CGL CHSL എക്സാമുകൾക്ക് ഓരോ ക്വസ്റ്റിനും 2 മാർക്ക് വെച്ചാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ MTSന്റെ കേസിലേക്ക് വരുമ്പോൾ 25 ക്വസ്റ്റ്യൻ 25 മാർക്കാണ് ഓരോ സെക്ഷനിൽ നിന്ന് വരുന്നത്. ഓരോ ക്വസ്റ്റിനും 1 മാർക്ക് വെച്ചാണ് SSC പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നോർമൽ SSC എക്സാമുകൾക്ക് 1 hour ആണ് എക്സാം നടക്കാറുള്ളത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും, 1 hour ആണ് എക്സാം നടക്കുന്നത്. പക്ഷേ MTS എന്ന് പറഞ്ഞാൽ 90 മിനിറ്റ്, അതായത് 1.5 മണിക്കൂർ എക്സാം ഉണ്ടായിരിക്കും. അതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നോർമൽ എല്ലാ SSC എക്സാമുകൾക്കും എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ടൈം കുറവാണെന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു കേസിലേക്ക് വരുമ്പോൾ MTSന്റെ കേസിലേക്ക് വരുമ്പോൾ നമുക്ക് 100 ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് 90 മിനിറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ എല്ലാ SSC എക്സാമുകളെ പോലെ തന്നെ ഒബ്ജക്റ്റീവ് ബേസ്ഡ് എക്സാം ആണ്. മൾട്ടിപ്പിൾ ചോയ്സ്, എല്ലാ നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത് 1/4 ആണ്. അതായത് 4 ക്വസ്റ്റ്യൻ തെറ്റുമ്പോഴാണ് 1 മാർക്ക് നെഗറ്റീവായി പോകുന്നത്. ദെൻ ടയർ 2ൻ്റെ ഒരു സ്കീം പറയുകയാണെങ്കിൽ നോർമൽ SSC എല്ലാ എക്സാമുകൾക്കും ടയർ 2ൽ നമുക്ക് 100 മാർക്കിൻ്റെ ഒരു പേപ്പറാണ് ഉണ്ടാവാറ്. CGL ആണെങ്കിൽ ടയർ 3ക്ക് അകത്താണ് 100 മാർക്കിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ വരുന്നത്. CHSL ആണെങ്കിൽ ടയർ 2-നകത്താണ് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ വരുന്നത് 100 മാർക്കിൻ്റെ. പക്ഷേ MTSലേക്ക് വരുമ്പോൾ നമുക്ക് ടയർ 2 ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ്. പക്ഷേ 50 മാർക്കിൻ്റെ ഒരു essay മാത്രമാണ് ചോദിക്കുന്നത്. essay ഓർ ലെറ്റർ. CGL-ലും CHSL-ലും നമ്മൾ രണ്ടും എഴുതണം. essay എഴുതണം, ലെറ്റർ എഴുതണം. പക്ഷേ MTSലേക്ക് വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു മാത്രമേ ഉണ്ടാവുള്ളൂ. essay ഓർ ലെറ്റർ ആണ്. 50 മാർക്കിൻ്റെ പേപ്പറാണ് വരുന്നത്. അങ്ങനെ ഔട്ട് ഓഫ് 150 ആണ് ഓവറോൾ നമ്മുടെ എൻ്റയർ പ്രൊസീജിയർ കഴിയുമ്പോൾ നമ്മുടെ ഓവറോൾ കട്ട് ഓഫ് ഇടുന്നത് 150 മാർക്കിനകത്താണ്. ദെൻ ഈ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ വരുന്നത് 30 മിനിറ്റ്സിൻ്റെ പേപ്പറാണ്. നോർമൽ ഡിസ്ക്രിപ്റ്റീവ് പേപ്പേഴ്സ് നമുക്ക് തരുന്നത് 2 ക്വസ്റ്റ്യൻ തരുമ്പോൾ 1 മണിക്കൂറിൻ്റെ എക്സാം ആയിരിക്കാറുണ്ട്. പക്ഷേ ഈ കേസിൽ 30 മിനിറ്റിൻ്റെ എക്സാമാണ് തരുന്നത്. ഒരു ക്വസ്റ്റ്യൻ 50 മാർക്ക് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ. ദെൻ ഇവിടെ സാധാരണ SSC എക്സാമുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടയർ 2 ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ മലയാളത്തിൽ എഴുതാനുള്ള അവസരമുണ്ട്. നമ്മൾ മലയാളികൾക്ക് നോർമൽ SSC എക്സാമുകളെല്ലാം ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റുള്ളൂ. CGL ആണ് CHSL ആണ് ഐദർ ഇംഗ്ലീഷ് ഓർ ഹിന്ദിയാണ്, 2 ലാംഗ്വേജ് ആണ് ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ MTS എന്നാലൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. ഓരോ സ്റ്റേറ്റിനും ഡിഫറെൻറ്റ് സ്റ്റേറ്റ് വൈഡ് വേക്കൻസീസ് ഉണ്ട്, സ്റ്റേറ്റ് വൈഡ് കട്ട് ഓഫ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറും സ്റ്റേറ്റ് വൈഡ് ആണെന്ന് പറയാൻ പറ്റും. അതായത് നമുക്ക് നമ്മുടെ റീജിയണൽ ലാംഗ്വേജിൽ എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ സാധാരണ PSC എക്സാമുകൾക്കോ അല്ലെങ്കിൽ RRB എക്സാമുകൾക്കോ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു നല്ല ചാൻസ് ഉണ്ട്. അതായത് നമുക്ക് മലയാളത്തിൽ essay എഴുതി മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നോട്ടിഫിക്കേഷനകത്ത് അതിൻ്റെ ലാസ്റ്റ് പേജിലായിട്ട് അതിൻ്റെ ഒരു ലാംഗ്വേജ് കോഡ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മലയാളം ലാംഗ്വേജ് അതിനകത്ത് വരുന്നത് 12 ആണ്. ലാംഗ്വേജ് കോഡ് 12 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ ഒരു കാര്യം, മലയാളത്തിലാണ് essay എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ 12 എന്നുള്ള ലാംഗ്വേജ് കോഡ് യൂസ് ചെയ്യുക. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ നമുക്ക് മലയാളത്തിൽ എഴുതാവുന്നതാണ്. ദെൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേക്കൻസിയും നമുക്ക് കേരളത്തിലാണ് ജോലി ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു പോസ്റ്റ് പ്രിഫറൻസ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. നമുക്ക് എവിടെയാണ് ജോലി ആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഓൾ ഇന്ത്യ വൈഡ് നമുക്ക് അതിനകത്ത് മൊത്തം 36 സ്ഥലങ്ങളിൽ നമുക്ക് പോസ്റ്റിംഗ് പ്രിഫർ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതിനകത്ത് മൊത്തം 37 ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ലാസ്റ്റ് വൺ ഓൾ ഇന്ത്യ ആണ്. നമ്മൾ എവിടെയായാലും ഇന്ത്യയിൽ എവിടെയായാലും കിട്ടിയാൽ കുഴപ്പമില്ല എന്നുള്ളെങ്കിൽ ഓൾ ഇന്ത്യ എന്നുള്ളത് 37th കോഡ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ഏതൊക്കെ സ്റ്റേറ്റ് ആണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് വെച്ചാൽ ആ പ്രിഫറൻസിൻ്റെ ഓർഡറിൽ നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. സ്റ്റേറ്റിൻ്റെ കോഡ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരം കറക്റ്റ് നിങ്ങൾക്ക് വേണ്ട ഓർഡറിൽ പ്രിഫറൻസിൻ്റെ ഓർഡറിൽ ഫില്ല് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് MTS നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ക്രൂഷ്യൽ ഡേറ്റ്സ് ശ്രദ്ധിക്കുക. ദെൻ ഏജ് വൈസ്, അതായത് 18-നും 25-നകത്തും വയസ്സ് വരുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് MTS പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. ദെൻ 10th ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പിന്നെ ലാംഗ്വേജ് കോഡ്, അതായത് നമുക്ക് ടയർ 2 പേപ്പറിനകത്ത് മലയാളം പ്രിഫർ ചെയ്യണമെങ്കിൽ മലയാളത്തിൽ എഴുതാൻ പറ്റുന്നതാണ്. ദെൻ സ്കീം ഓഫ് എക്സാമിനേഷനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് നോർമൽ എക്സാമുകൾക്ക് 2 മാർക്കാണ് കറക്റ്റ് ആൻസറിന് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ 1 മാർക്കാണ്. ദെൻ 60 മിനിറ്റാണ് നോർമൽ എക്സാംസ് ഉള്ളത്. പക്ഷേ ഇത് 90 മിനിറ്റിലാണ് എക്സാം നടക്കുന്നത്. ദെൻ പ്രിഫറൻസ്, നമുക്ക് ജോലി വേണ്ട സ്ഥലം പ്രിഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് അപ്പോൾ നമ്മളിപ്പോൾ കേരളമാണ് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ കേരളത്തിൻ്റെ കട്ട് ഓഫ് നമ്മൾ മീറ്റ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ക്രോസ് ചെയ്തിരിക്കണം എന്ന് പറയാം. അപ്പോൾ പോസ്റ്റ് പ്രിഫറൻസ്, എവിടെയാണ് ജോലി വേണ്ടതെന്നുള്ള ഒരു പ്രിഫറൻസ് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ സ്റ്റേറ്റ് വൈഡ് എക്സാമാണ് MTS എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും ഇതൊരു സുവർണ്ണ അവസരമായി തന്നെ കണ്ട് നമ്മുടെ എൻട്രി ആപ്പിൽ
ഇതിൻ്റെ വേണ്ട ടയർ 1 വേണ്ട കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. അടുത്ത റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.